عليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളുടെ ബാക്കി ചില ഭാഗങ്ങളാണ് ഓതി വന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട അല്പഭാഗം കൂടി ബാക്കിയുണ്ട്. അത് ഓതി കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ അദാൻ ഇഖാമത്തിന്റെ ബാബാണ് തൊട്ട് വരുന്നത്. അത് തുടങ്ങി വെക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുകയും അവൻ കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെ ആലൂരുണ്ടായിക്കോല്ലോ അല്ലെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. വതബ്തുലു ബിഇഅ്തിഖാദി ഔ ظنി ഫർളിൻ മുഅയ്യനിൻ നഫ്ലൻ എന്ന നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ് വതബ്തുലു, നിസ്കാരം ബാത്തിലായി പോകും, ബിഇഅ്തിഖാദി ഫർളിൻ, ഒരു ഫർളിനെ പറ്റി വിശ്വസിക്കുന്നു. ഇഅ്തിഖാദ് കരുതി ഉറപ്പിക്കുന്നു, വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ ഔ ظنി ഫർളിൻ, അല്ലെങ്കിൽ ഒരു ഫർളിനെ പറ്റി ഭാവിക്കുന്നു. ഏത് ഫർള്? മുഅയ്യനിൻ, നിസ്കാരത്തിന്റെ 14 നിശ്ചിത ഫർളുകൾ എന്ന് പറഞ്ഞാൽ 14 ഫർളുകളാണല്ലോ. ആ ഫർളുകളിൽ നിന്നുള്ള നിശ്ചിതമായ ഏതെങ്കിലും ഒരു ഫർളിനെ സംബന്ധിച്ച് ഒരാള് വിശ്വസിക്കുകയോ അതല്ലെങ്കിൽ ഒരാള് വന്ന് ചെയ്യുകയോ ചെയ്തു. എന്തായിട്ട് ഇഅ്തിഖാദ് ചെയ്തു അല്ലെങ്കിൽ വന്ന് ചെയ്തു? നഫലൻ, സുന്നത്താണ്. ഉദാഹരണം, ഫാത്തിഹ ഓതൽ സുന്നത്താണ് എന്ന് വിശ്വസിച്ചു. അതല്ലെങ്കിൽ ഇടയിലെ ഇരുത്തം അല്ലെങ്കിൽ എത്തിദാല് അത് സുന്നത്തേ ഉള്ളൂ. അല്ലെങ്കിൽ അത്തഹിയ്യാത്ത് ഓതൽ സുന്നത്താള്ളൂ. അല്ലെങ്കിൽ അത്തഹിയ്യാത്തിന്റെ ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു നിശ്ചിതമായ ഫർദിനെ കുറിച്ച് അത് കേവലം സുന്നത്തേ ഉള്ളൂ, ഫർദില്ല എന്ന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യുകയോ ചെയ്തു എന്നാൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ അവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ഈ നിസ്കരിക്കുന്ന മനുഷ്യന്റെ ഇഅ്തിഖാദിൽ ഫർളായ ഒരു കാര്യം, ഉദാഹരണം ഒരു ഷാഫി മദ്ഹബുകാരനാണെങ്കിൽ ആ ഷാഫി മദ്ഹബുകാരന്റെ വിശ്വാസത്തിൽ നിസ്കാരത്തിൽ 14 ഫർളാ. മനസ്സിലായോ? ഈ 14 ഫർളുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നിശ്ചിത ഫർളിനെ കുറിച്ച് ഒരു ഷാഫി മദ്ഹബുകാരൻ അത് സുന്നത്തേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ അത് സുന്നത്തായിരിക്കും എന്ന് ധരിക്കുന്നു. അതേ സമയത്ത് ഒരു ഹനഫി മദ്ഹബുകാരനാണെങ്കിലോ ഓപ്പ 14 ഫർളാണെന്ന് വിശ്വസിക്കുവോ? അതില്ല. അയാളുടെ ദൃഷ്ടിയിൽ 9 ഫർളേ ഉള്ളൂ. ഹനഫി മദ്ഹബുകാരനെ സംബന്ധിച്ച് ഫർളുകളായിട്ട് 9 ഉള്ളൂ. ആ 9-ൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫർള് സുന്നത്താണെന്ന് വിശ്വസിക്കുകയോ അതല്ലെങ്കിൽ
സുന്നത്താണെന്ന് വന്ന് ചെയ്യുകയോ ചെയ്തു. അപ്പൊ ഈ നിസ്കരിക്കുന്ന വ്യക്തിയിലേക്കാണ് നോക്കുന്നത്. അയാളുടെ വിശ്വാസത്തിൽ ഫർളായ ഒരു കാര്യം സുന്നത്താണെന്ന് തിരിച്ച് വിശ്വസിക്കുന്നു. എന്നല്ല തന്റെ മദ്ഹബിൽ വുജൂബായ ഒരു കാര്യത്തെക്കുറിച്ച് സുന്നത്താണെന്ന് വന്ന് ചെയ്യുകയോ സുന്നത്താണെന്ന് വിശ്വസിക്കുകയോ ചെയ്യുന്നു. അപ്പോ ഒരു ഹനഫി മദ്ഹബുകാരനായ ഇമാമിനോട് ഒരു ഷാഫി മദ്ഹബുകാരനായ മൗമൂമ് തുടർന്ന് നിസ്കരിക്കുന്നു. നോട്ടിക്കോളി. ഇവിടെ ഇമാമ് ഫാത്തിഹയിൽ ബിസ്മി എന്തായാലും സുന്നത്തേ ഉള്ളൂ അവരുടെ ദൃഷ്ടിയിൽ. പക്ഷെ ഈ മൗമൂമിനെ സംബന്ധിച്ച് ഫാത്തിഹയിലെ ബിസ്മി ഫർള എന്നതുപോലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തിൽ ഫാത്തിഹ വാജിബാണ്. എന്നാൽ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിലോ ഫാത്തിഹ സുന്നത്തേ ഉള്ളൂ. അതെന്തോ നമ്മക്ക് നോക്കണ്ട. ഈ മൗമൂമ് നോക്കേണ്ടത് ഈ ഇമാമ് ബിസ്മി അല്ലയോ ഫാത്തിഹ ഓതിയോ മൂന്നാമത്തെ നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയോ ഓതിയെങ്കിൽ ഓക്കെയാണ്. കാരണം എന്താ, ഈ മൗമൂമിന്റെ വിശ്വാസത്തിൽ ഫർളായ ബിസ്മി ഇമാം ഓതിയിട്ടുണ്ട്, 4 റക്അത്തിലും ഫാത്തിഹയും ഓതിയിട്ടുണ്ട്. അയാൾ എന്ത് വിശ്വസിച്ചു നോക്കേണ്ട കാര്യം മൗമൂമിനില്ല. അല്ലെങ്കിൽ മദ്ഹബ് വ്യത്യാസപ്പെട്ടവർ തമ്മിൽ തുടർച്ചനെ സഹിയാവാതെ വരും. അപ്പൊ ഈ നിസ്കരിക്കുന്ന ഇവന്റെ ഇത്തിഖാദിൽ വുജൂബായ ഒരു കാര്യത്തെ കുറിച്ച് സുന്നത്താണെന്ന് ഇത്തിഖാദ് ചെയ്യുകയോ സുന്നത്താണെന്ന് വന്ന് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഈ ബാത്തിലാകുന്നത്. അതങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പിന്നെ ഒരുപാട് സംശയങ്ങൾ, കൺഫ്യൂഷൻസ്, ഇഷ്കാലികൾ വരാൻ സാധ്യതയുണ്ട്. എന്താ, തന്റെ ഇത്തിഖാദ് അനുസരിച്ച് വുജൂബായ ഒരു കാര്യത്തെ കുറിച്ച് സുന്നത്താണെന്നോ വിശ്വസിക്കുകയോ വന്ന് ചെയ്യുകയോ ചെയ്താൽ ബാത്തിലാവുന്ന കാര്യം. കാരണം തലാബ് ഈ കളിയാണല്ലോ, ഫർളായ ഒരു കാര്യമാണ് തന്റെ വിശ്വാസത്തിൽ. അത് പിന്നെ സുന്നത്താന്ന് വിശ്വസിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നിസ്കാരത്തിന് അനുയോജ്യമായ ഒരു ഇബാദത്തിന്റെ തരീഖല്ല, ഒരു കളി തമാശന്റെ തരീഖാണ്. അതുകൊണ്ട് അത് പറ്റൂല. എന്നാൽ ഫർളായ തന്റെ മദ്ഹബിലെ വീക്ഷണപ്രകാരം ഫർളായ ഒരു കാര്യത്തെ പറ്റി സുന്നത്താണെന്ന് വന്നോ ഇത്തിഖാദോ വന്നാ ബാത്തിലാവും എന്ന് പറഞ്ഞത് ആർക്കാണ്? അത് അത്യാവശ്യം അത് സംബന്ധമായ വിവരങ്ങളൊക്കെ ഉള്ള ആളെ കുറിച്ചാണ്. ലാ ഇനേതഖദൽ ആമിയു, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ വിശ്വസിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. എന്താ വിശ്വസിച്ച് തല തിരിച്ച് ഇപ്പൊ വരുന്നതിന്റെ നേരെ മാറ്റം. നഫ്ലൻ, ഒരു സുന്നത്തിനെ കുറിച്ച് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ വിശ്വസിക്കുന്നു. മിൻ അഫ്ആലിഹ, നിസ്കാരത്തിന്റെ പ്രവർത്തികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് ഒരു ആമിയായ ഒരു സാധാരണക്കാരൻ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിച്ചത്? ഫർളൻ, അത് ഫർളാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞതല്ല ഇതിട്ടാ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നേരത്തെ പറഞ്ഞ ഒരു ഫർളിനെ പറ്റി സുന്നത്താണെന്ന് വിശ്വസിക്കുന്ന പ്രശ്നമാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ഒരു സുന്നത്തിനെ കുറിച്ച് ഫർളാണെന്ന് വിശ്വസിക്കും. ഉദാഹരണം പറഞ്ഞാല് വജ്ജത്ത് ഓതൽ വുജൂബാണ് എന്ന് ഒരു സാധു മനസ്സിലാക്കി. അതല്ലെങ്കിൽ സുബഹിസ്കാരത്തിൽ ഖുനൂത്ത് ഓതൽ ഫർളാണ് എന്ന് ഒരാൾ വിശ്വസിച്ചു. അതല്ലെങ്കിൽ അത്തഹിയ്യാത്ത് ഓതിയിട്ട് മസീഹ് ദജ്ജാൽ വരെയുള്ളത് മുഴുവനും ഫർളാണ് എന്ന് ഒരാൾ വിശ്വസിച്ചു. ആരാ വിശ്വസിക്കുന്നത്? കുറച്ചൊക്കെ കിതാബ് ഓതി നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും സുന്നത്തും മുബ്തിലാത്തും ഒക്കെ പഠിച്ച ഒരാളല്ല. അല്ലാതെ ഇവിടെ തഹസീൽ കിട്ടി ഫൈസിയോ സക്കാഫിയോ ബാക്കവിയോ ഹസനിയോ ഒന്നും ആണെന്നില്ല. കുറച്ചൊക്കെ ഒരു ഉംദ കിതാബ് എന്നെങ്കിലും ഓതി, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ കിതാബുകൾ എന്നെങ്കിലും ഓതി നിസ്കാരത്തെ കുറിച്ചുള്ള ഫർള് സുന്നത്ത് അതുപോലെ തന്നെ ഷർത്ത് മുബ്തിലാത്തൊക്കെ പഠിച്ച ഒരാളാണെങ്കിൽ ഈ പറയുന്ന ആമിയിൽ പെടൂല. അതൊന്നും പഠിച്ചിട്ടില്ല. പണ്ട് എങ്ങനെയോ 3ാം ക്ലാസ് വരെയൊക്കെ ഒരു സുമാർ പഠിച്ചു പോകുന്ന ആൾക്ക് മറന്നും പോയി. അപ്പൊ ഇയാൾക്ക് അറിയാം വജ്ജത്ത് ഓതണം എന്നറിയാം, ഫാത്തിഹ ഓതണം എന്നറിയാം, ഖുനൂത്ത് ഓതണം എന്നറിയാം, അത്തഹിയ്യാത്ത് മസീഹ് ദജ്ജാൽ വരെ ദുആവും സ്വലാത്തും ഒക്കെ ചെല്ലണം എന്നറിയാം. അപ്പൊ ഇയാൾ മനസ്സിലാക്കുന്നത് അത്തഹിയ്യാത്ത് മുതൽക്കാണ് തുടങ്ങിയത് മസീഹ് ദജ്ജാൽ വരെയുള്ള ഫർളാണ് എന്നാണ് വിശ്വസിച്ചു. അതുകൊണ്ട് ബാത്തിലാവൂല. അത് കാരണം എന്താ? നെയ്യ് ഏറിയിട്ട് അപ്പം കേടുവരൂല എന്ന് പണ്ട് പറയലുണ്ട്. ഇവിടെ ഇപ്പൊ നെയ്യ് ഏറുന്ന പ്രശ്നമില്ലാതെ കുറയുന്ന പ്രശ്നമില്ല. സുന്നത്താണെന്ന് പിന്നെ ഫർളാണെന്ന് വിചാരിച്ചാലേ, അതുകൊണ്ട് എന്തായാലും ഒഴിവാക്കാതെ വാശി പിടിച്ചത് ചെയ്യും. അതിൽ കവിഞ്ഞ് കുഴപ്പമൊന്നും അവിടെ വരാനില്ല.
എന്നാൽ വിവരമുള്ളവർ അങ്ങനെ വിചാരിക്കാൻ പറ്റൂല. വിവരമുള്ളവർ വിവരത്തിനനുസരിച്ച് ഫർള് ഫർളായും സുന്നത്ത് സുന്നത്തായും തന്നെ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഔ അലിമ എന്നാണ് ഈ ആമി ലായിനേത്തക്കതലാമിയോ പറഞ്ഞോടത്തൊക്കെ ഔ അലിമ, അല്ലെങ്കിൽ ഈ സാധാരണക്കാരനായ ആൾക്ക് അറിയാം അന്നഫിയ ഈ നിസ്കാരത്തിലുണ്ട് ഫർളൻ കുറെ ഫർളുണ്ട് വനഫലൻ കുറെ സുന്നത്തുണ്ട് എന്ന്. പിന്നെ വലമിമയ്യിസ് ബൈനഹുമ തക്ബീറത്തുൽ ഇഹ്റാം അങ്ങോട്ട് തുടങ്ങിയാൽ സലാം വീടുന്നത് വരെ ഉള്ളതൊക്കെ അയാൾക്ക് അറിയാം, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അയാൾക്ക് അറിയാം. പക്ഷെ എങ്ങനെ അറിയാം? അതിന് കുറെ ഫർളും ഉണ്ട് കുറെ സുന്നത്തും ഉണ്ട് എന്ന്. ഏതൊക്കെയാണ് ഫർള് ഏതൊക്കെയാണ് സുന്നത്ത് അതൊന്നും അയാൾക്കറിയില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു നിശ്ചിത ഫർളിനെ സംബന്ധിച്ച് സുന്നത്താണ് എന്ന് കരുതാത്തിടത്തോളം മുഴുവൻ ഫർളാണെന്ന് കരുതി, അതല്ലെങ്കിൽ കുറെ ഫർളും ഉണ്ട് കുറെ സുന്നത്തും ഉണ്ട് എന്ന് കരുതിയാലും കുഴപ്പമില്ല. അതാ വലമ്മിമയ്യിസ് ബൈനഹുമ ഫർള് സുന്നത്തിന്റെ ഇടയിൽ വേറിച്ചില്ല എന്ന് മാത്രമല്ല, വലാ ഖസദ അതിന്റെ വാക്യം തന്നെയാണ്. വലാ ഖസദ ഈ ആമിയായ മനുഷ്യൻ കരുതിയുമില്ല ബി ഫർളി മുഅയ്യനിൻ ഈ നിസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ട ഒരു നിശ്ചിത ഫർള് ഏതോ ആട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, അതല്ലെങ്കിൽ ഉദൂൽ അത്തഹിയാത്ത് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഫർളിനെ സംബന്ധിച്ച് അന്നഫിലിയത്തെ സുന്നത്താണെന്ന് വിശ്വസിക്കാതിരിക്കണം. അതോടുകൂടി നിശ്ചിത ഫർളുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫർളിനെ പറ്റി സുന്നത്താണെന്ന് വിശ്വസിച്ചിട്ടില്ല, അയാൾക്ക് ആകെ എന്താ അറിയാ തക്ബീറത്തുൽ ഇഹ്റാമോട് തുടങ്ങി സലാം വീട്ടുന്നതിന്റെ ഇടയിൽ കുറെ ഫർളും ഉണ്ട് കുറെ സുന്നത്തും ഉണ്ട്. ഏതൊക്കെ ഫർള് ഏതൊക്കെ സുന്നത്ത് എന്നൊന്നും അയാൾക്കറിയില്ല എങ്കിൽ അവിടെയും കുഴപ്പമില്ല. ബാത്തിലാവൂലാന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ നിസ്കാരം ബാത്തിലാവൂലാന്ന്. അതുപോലെ തന്നെ പോലെ ഇനേത്തക്കഥ ഒരു ആമിയൊക്കെ ആമിക്കാണ്ട ഈ ആമി ആയിരിക്കുന്ന മനുഷ്യൻ വിശ്വസിച്ചാലും ബാത്തിലാവൂല. എന്താ വിശ്വസ്? അന്നൽ കുല്ല ഫുറൂദുൻ അഫ്ആലി എന്നല്ല, ഈ പറയുന്ന വാക്കും പ്രവൃത്തിയും എല്ലാം അതാ അന്നൽ കുല്ല എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഒരു നിശ്ചിത ഫർള് ഒരു പ്രവൃത്തിയെ ഫർളാണെന്ന് സുന്നത്തിനെ ഫർളാണെന്ന് വിശ്വസിച്ചു. ഇവിടെ പറയുന്നത് അങ്ങനെ മൊത്തം തക്ബീറത്തുൽ ഇഹ്റാമാണ് കെട്ടിയോടം മുതൽക്ക് സലാം വീട്ടുന്നത് വരെയുള്ള മുഴുവനും ഫർളാണ്, ഒന്നും ഒഴിവാക്കാൻ പറ്റൂല. സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി എങ്കിലും ആ ഒക്കെ ഫർള് തന്നെയാണ്. ഇപ്പൊ നിക്കാറ് ഇയാൾ പഠിച്ചാണ്, നിസ്കാരത്തിൽ ചെല്ലേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ അയാൾക്ക് അറിയാം. പക്ഷെ ഇയാള് ധാരണയിൽ എന്താ ഇതൊക്കെ ഫർളാണ് എന്നാ. എന്നാലും കുഴപ്പമില്ല. അവൻ പണ്ട് പറഞ്ഞേക്ക് നെയ്യേറിയോണ്ട് അപ്പം കേടുവരൂലല്ലോ, കുഴപ്പമില്ല. പക്ഷേ വിവരമുള്ളവർക്ക് ഇതൊന്നും മസ്മുഹല്ല. വിവരമുള്ളവര് അതിനനുസരിച്ച് തന്നെ വേണം. അതായത് ഫർളുകളെ ഫർളായും സുന്നത്തുകളെ സുന്നത്തായും മനസ്സിലാക്കുകയും ആ നിലക്ക് തന്നെ അതിനെ സമീപിക്കുകയും ചെയ്യുക എന്നത് വിവരമുള്ളവരുടെ സ്വഭാവമാണ്. അവരങ്ങനെ ചെയ്യുക. അങ്ങനെ കൂടുതലൊന്നും വിവരമില്ല. നിസ്കരിക്കാനൊക്കെ അറിയാം, നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും മുബത്തിലാത്തും ഒക്കെ അയാൾക്ക് അറിയാം. പക്ഷെ ഏതൊക്കെയാണ് ഫർള് ഏതൊക്കെയാണ് സുന്നത്ത് എന്നറിയില്ല. ഒക്കെ നിസ്കാരത്തിൽ ചെയ്യേണ്ട തന്നെയാണ്. അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്തിനെ പറ്റി ഫർളാനെ വിശ്വസിക്കുകയോ അതല്ലെങ്കിൽ കുറെ സുന്നത്തും ഉണ്ട് കുറെ ഫർളും ഉണ്ട് ഏതാണെന്നൊന്നും അറിയില്ല എന്നുള്ള നിലക്ക് ചെല്ലുകയോ അല്ലെങ്കിൽ മുഴുവനും ഫർളാണെന്ന് വിചാരിക്കുകയോ ഒക്കെ ചെയ്താലും കുഴപ്പമില്ല. സംഗതിയൊക്കെ ചെയ്യുന്നുണ്ട്, അതിനകത്തുള്ള വിവരമുണ്ട്, പക്ഷെ വേറിച്ചറിയാനുള്ള ഇൽമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ആളുകൾ ആട്ടെ. ഇനി നിസ്കാരം ബാത്തിലാവുന്ന വേറെ ചില കാര്യങ്ങളാ പറയുന്നത്. തംബീഹുൻ വമിനൽ മുബ്തിലി നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഐളൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇതുവരെ മത്തിനിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ നിസ്കാരത്തിൽ ബാത്തിലാക്കുന്നതാണ്. അതിന്റെ പുറമെ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഹദസുൻ അശുദ്ധി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പം എങ്ങനെ പണ്ടൊക്കെ നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചേക്ക് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്തിന് ഭംഗം വരിക. അതപ്പ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശരിക്കെല്ലാ ഷർത്തും പാലിച്ചുകൊണ്ടാണ് നിസ്കാരത്തിൽ പ്രവേശിച്ചത്. വുദു എടുത്തിട്ടുണ്ട്, നജസിന് ശുദ്ധിയായിട്ടുണ്ട്, ഔറത്ത് മറിച്ചിട്ടുണ്ട്, ഖിബിലക്ക് മുന്നിട്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്തിനാണ് ഭംഗം വന്നുപോയി എന്നാലോ അതിനെ പറ്റിയാ പറയുന്നത്. അപ്പോ
വുളു എടുത്ത് റെഡിയായ നിലയ്ക്ക് തന്നെ നിസ്കാരത്തിൽ പ്രവേശിച്ചത്. പിന്നെ അതിന്റെ ഇടക്ക് വുളു മുറിഞ്ഞുപോയി. അതാണ് ഹദസ് പറഞ്ഞത്. ഇടക്കാണ് വുളു മുറിഞ്ഞുപോയി. എന്നാല് നിസ്കാരം ബാത്തിലാവും. മുറിഞ്ഞത് വലോബിന ഖസ്ദിൻ, അത് മനഃപൂർവ്വമല്ല, സംഭവിച്ചു പോയതാണ്. ഉദാഹരണം, ഇങ്ങനെ നിന്ന് നിസ്കരിക്കുക, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പമ്പർന്നോള് തിരക്കിയാണ് പോയി. അത് ഇവരുടെ ശരീരത്തിൽ മറയില്ലാത്ത ഏതോ ഒരു ഭാഗം ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ മറയില്ലാത്തൊരു ഭാഗവുമായി കൂട്ടിമുട്ടിപ്പോയി. അതിലിപ്പോ അയാൾക്കിപ്പോ ഒരു സ്വാധീനമില്ല. ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നതിൽ ഇങ്ങനെ ശരിക്കും വേണ്ടതുപോലെ ശരീരം മറക്കാത്തൊരു പെണ്ണ് വരുതി പോയപ്പം തൊലി തമ്മിൽ മുട്ടിപ്പോയതാണ്. എന്നാലും അത് മുറിയൂന്ന്. അതല്ലെങ്കിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സുജൂദിന്ന് ഉയരുമ്പോ അല്ലെങ്കിൽ റുക്കൂന്ന് ഉയരുമ്പോ കാണാം അറിയാതെ കീവായാണ് പോയി നിസ്കാരം പാത്തിലാവും. കാരണം ഷർത്തുകളിൽപ്പെട്ട ഷർത്തിന് ഭംഗം വരിക എന്ന് പറഞ്ഞാൽ അവടൊക്കെ പെട്ട്. തുടക്കത്തിൽ എന്തുണ്ടായിരുന്നു? ഷർത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇടക്ക് വെച്ച് എന്തായിപ്പോയി? മുഖത്തിലാവുന്ന ഹദസ് വന്നു, അതല്ലെങ്കിൽ മുലാമസത്ത് വന്നു, അഥവാ അശുദ്ധി ഉണ്ടായി എന്നാണ്. മറ്റൊന്ന് വക്തുസാലു നജസിൽ ലയഫാനു, നിസ്കാരത്തിൽ വിടുതി ചെയ്യപ്പെടുന്നതല്ലാത്ത വല്ല നജസും ചേർന്നു. എന്ത് ചേർന്നു? ഇവന്റെ ദേഹത്തില്, അല്ലെങ്കിൽ ഇവന്റെ വസ്ത്രത്തില്, അതല്ലെങ്കിൽ ഇവന്റെ ശരീരവുമായി സ്പർശിക്കുന്ന സ്ഥലത്ത്. ആ മറ്റൊരു സ്ഥലത്താണല്ലേ നമ്മൾ പറഞ്ഞത്, അശുദ്ധി നിശുദ്ധിയാവും പോലെ നിസ്കരിക്കുന്നവന്റെ ദേഹം, വസ്ത്രം, അതുപോലെ അവൻ നിസ്കരിക്കുമ്പോൾ അവന്റെ ശരീരം സ്പർശിക്കുന്ന സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാവണല്ലോ. അങ്ങനെ ശുദ്ധിയോടുകൂടി തന്നെ നിസ്കരിച്ച്. പക്ഷെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് കാണാ ഒരു പ്രാവ് ഇങ്ങനെ പറന്നുപോയി. പറന്നു പോണതിന്റെ ഇടയിൽ ഇത് കാഷ്ടിച്ചു. ഈ കാഷ്ടിച്ചത് എന്തായി? ഇവന്റെ വസ്ത്രത്തിലോ ദേഹത്തിലോ ആയിപ്പോയി. നമസ്കാരം പാത്തിലാവും. സംഗതി ശുദ്ധിയോടുകൂടി തന്നെ നിസ്കാരത്തിൽ പ്രവേശിച്ച് ഇടക്ക് വെച്ച് ഒക്കെ ഒറ്റ കാര്യമാണ്. അതായത് ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്തിന് ഭംഗം വരിക എന്നർത്ഥം. ഇനി അഫുവ് ചെയ്യപ്പെടുന്നത് എന്ന് പ്രത്യേകം പറയാൻ കാരണം നെസ്സിലുണ്ട് അതിണ്ടല്ലോ. അത് നമ്മൾ മുമ്പ് പറഞ്ഞു. നിസ്കാരത്തിൽ അഫുവ് ചെയ്യപ്പെടുന്ന കുറെ നെസ്സുകളുണ്ട്. അതായാൽ കുഴപ്പമില്ല. എന്നാൽ അഫു ചെയ്യപ്പെടാത്ത നെസ്സിന് ആയി എന്നതുകൊണ്ട് മാത്രം ബാത്തിലാവൂല. ഇല്ല ഇൻദഫഅഹു ഹാലൻ, ഉടനെ അതിനെ തട്ടിക്കളഞ്ഞാലൊഴികെ. ഉദാഹരണം പറഞ്ഞാൽ ഇവന്റെ തൊപ്പിയിലേക്കാണ് അല്ലെങ്കിൽ തലപ്പാവിലേക്കാണ് ഈ നജസ്സായത്. ഇപ്പൊ പറഞ്ഞേക്ക് പ്രാവ് കാശിച്ച് തൊപ്പിയിലായി അല്ലെങ്കിൽ തലപ്പാവിലായി. ഉടനെ ആ തൊപ്പി അല്ലെങ്കിൽ ആ തലപ്പാവ് എടുത്തിട്ടു മതി, എന്നാ കാത്തിലാവൂല. ഉടുത്ത തുണിയിലാണെങ്കിൽ പിന്നെ എടുത്തിടാൻ പറ്റൂലല്ലോ, കാരണം അവളെ തുണി പോകൂലേ. കുപ്പായാണെങ്കിലും ഈ 11 കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളെ മോല്യാരുപ്പായാണ്, അതങ്ങനെ ഇടാൻ കഴിയൂലല്ലോ. അത് പൊടിച്ച് വലിച്ച് ഊരി എടുത്തുണ്ടാക്കുമ്പോക്ക് നിസ്കാരം അങ്ങെത്തിയിട്ടുണ്ടാവും. മനസ്സിലായില്ല? അത് ഹാലൻ ദഫ ചെയ്യാൻ. അങ്ങനെ പെട്ടെന്ന് എടുത്തൊഴിവാക്കാൻ പറ്റുന്ന വസ്ത്രത്തിലാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ പസർമുള്ളതല്ലേ, ഇനി വേഗം തട്ടിക്കളഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ബാത്തിലാവൂല. അല്ലാതെ അവിടെ നിന്നുപോയി, ശരീരത്തിലായി, കഴുകേണ്ട തരത്തിലുള്ള പറഞ്ഞേക്ക് നനവുള്ള നെസ്സാണ്, ശരീരത്തിലായി അല്ലെങ്കിൽ വസ്ത്രത്തിലായി പോയി, പെട്ടെന്ന് എടുത്തിടാൻ പറ്റുന്നതല്ല, ഊരിക്കളയാണെങ്കിൽ സമയം എടുക്കുന്നതാണ്, നനവുള്ളതുമാണ്. അങ്ങനെയൊക്കെ വന്നാൽ നമസ്കാരമാണ് ബാത്തിലാവും. മറ്റൊരു സർത്ത് വങ്കിഷാഹു ഔറത്തിൻ, ഔറത്ത് വെളിവാകരുത്. ഔറത്ത് മറച്ചുകൊണ്ടൊക്കെ തന്നെ നിസ്കരിച്ചിരുന്നത്. നിസ്കരിക്കുന്നതിന്റെ ഇടക്ക് ഔറത്ത് വെളിവായി. പഴയ തുണിയാണ് നോട്ടിക്കോളി, ഇപ്പത്തെ തുണിയല്ല. പഴയ കാലത്തിന്റെ ഒരു സൂര്യത്തുണി എന്ന് പറഞ്ഞിട്ടൊരു തുണി, മൂല്യമാരൊക്കെ തോനെ കാര്യമായിട്ട് അതേ ഉടുത്തിനി വന്ന് സൂര്യത്തുണി. അതൊരു പൗതി പാക്കാവുന്നത് വരെയൊക്കെ തിരക്കിടില്ല. പൗതി പാക്കായ പിന്നെ കടലാസ് കീറുമ്പോലെ കീറും. അങ്ങനെ നിസ്കരിക്കുമ്പോൾ നല്ല തുണിയാണ്, ഉടുത്ത് നിസ്കരിച്ചു. റുക്കോയ്ക്ക് പോയപ്പോ കുറച്ചൊരു വിയർപ്പും ഉണ്ടായിന്. വിയർപ്പുള്ള സമയത്ത് റുക്കോയ്ക്ക് പോയാൽ ഈ തുണി എന്താക്കും, ദേഹത്തിന് പറ്റും. അങ്ങനെയാണ് റുക്കോയ്ക്കാണ്ട് പോയ സമയത്ത് കാണാ നേരെ ബേക്കിൽ കറന്നറിഞ്ഞിട്ട് അത് കീറി. അവിടുത്തെ അങ്ങനെ വെളിവായി. പിന്നെ ഞാൻ ഇന്ന് നിർത്തിയില്ല, നിസ്കാരം ബാത്തിലാവും. എന്നാൽ ഇല്ല ഇൻ കശഫഹ,
ഈ ഔറത്തിനെ വെളിപ്പെടുത്തിയാലും ഒഴികെ ബാത്തിലാകാത്ത രൂപാണ്. റീഹുൻ കാറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റ് പോലത്തത് എന്ന് വെക്കണം എന്നാ. കാറ്റ് മാത്രല്ല എന്ന് പറഞ്ഞാൽ ഇവന്റെ ഖസ്ദില്ലാതെ തമ്മീസുള്ള ആളുകളിൽ നിന്നല്ലാതെ സംഭവിക്കുന്നതൊക്കെ ആതിരി തന്നെ. കാറ്റ് വെളിവാക്കി ഫസത്രഹലൻ ഉടനെ തന്നെ മറച്ചു എന്നാ കുഴപ്പമില്ല. ഇപ്പൊ ഈ ഫാൻ കെട്ട് നിസ്കരിക്കുന്നിടത്ത് നമ്മളെ നാട്ടിലെ നാടൻ തുണി ഉടുത്ത് നിസ്കരിക്കുമ്പോൾ ഈ ഫാനിന്റെ കാറ്റിൽ ചിലപ്പോ എന്തായി പോവും, തുണി ഇങ്ങോട്ട് പറക്കും. ഈ പറന്നു പൊന്തുമ്പോ ഒരു സൈഡ് കൂടെ ഇവന്റെ കാലിന്റെ തുട ഒളിവാകാൻ സാധ്യതയുണ്ട്. ഉടനെ മറച്ചാ മതി, നിസ്കാരം ബാത്തിലാവില്ല. ഉടനെ മറക്കാൻ പറ്റുമെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അതിൽപ്പെട്ടതാണ് എന്ത് മിസിൽ പറഞ്ഞത്, കാറ്റ് വലുത് ക്ലീഫില്ലല്ലോ എന്നതുപോലെയാണ് തമ്മീസ് ഇല്ലാത്ത കുട്ടികൾ പോലത്തവര് പിടിച്ചു വലിച്ചുപോയി. അങ്ങനെ തന്നെ ആശയക്കാർ പ്രത്യേകം പറഞ്ഞു, തമ്മീസ് ഇല്ലാത്ത കുട്ടികൾ പിടിച്ചു വെച്ചു, പെട്ടെന്ന് അവിടുത്തെ വിളി വേഗം മറച്ചാൽ നിസ്കാരം ബാത്തിലാവില്ല. കാരണം കുട്ടിക്ക് എന്തില്ല, കസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്തിന് നിസ്കാരിച്ചു കൊണ്ടിരിക്കുന്നവരുടെയിൽ ഭംഗം സംഭവിച്ചു എന്നാൽ അതുകൊണ്ടൊക്കെ നിസ്കാരം ബാത്തിലാകും. ഇതൊക്കെ ഓരോന്ന് വേറെ വേറെ എണ്ണി പറഞ്ഞവരുണ്ട്. അങ്ങനെ വരുമ്പോ 20 ചില്ലാനം കാര്യങ്ങൾ വരും നിസ്കാരം ബാത്തിലാകുന്ന കാര്യം. ഇതൊക്കെ വേറെ ഒന്നായിട്ട് എണ്ണുമ്പോൾ ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്തിന് ഭംഗം വരിക എന്ന് പറയാൻ കാരണം നേരത്തെ തന്നെ ഈ പറയുന്ന ഷർത്ത് ഇല്ലാതെ നിസ്കരിച്ചാൽ പിന്നെ ബാത്തിലാകാൻ അറിയാൻ പറ്റൂല. കാരണം നിസ്കാരം തന്നെ മുന്നാക്കതല്ലല്ലോ. അപ്പൊ തുടക്കത്തിൽ ഷർത്തൊക്കെ ഉണ്ട്, ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നിസ്കരിച്ച്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഷർത്തുകൾ തകരാറായി പോയി. അങ്ങനെ വരുമ്പം ഉടനെ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമുണ്ടാവില്ല. ഉടനെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റാത്ത നിലക്കാണെങ്കിൽ രണ്ടാമത് ആ ഷർത്തുകൾ എടുത്തുകൊണ്ട് തലക്ക് നിസ്കാരം മടക്കണം. ഓക്കെ. ഇനി തർക്കുറുക്കിനന്തൻ, അത് മുമ്പ് പറഞ്ഞു പോയതാണെങ്കിലും എങ്ങനെ എണ്ണി പറഞ്ഞിട്ടില്ല, എണ്ണി പറയാം. മനഃപൂർവ്വം നിസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫർളിനെ ഉപേക്ഷിച്ചു. മറന്നുപേക്ഷിച്ചാൽ എന്താണെന്ന് സഹുവിന്റെ സുജൂദിന്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു. മറന്നുപേക്ഷിച്ചാൽ അടുത്ത റക്കാത്തിൽ ആ ഫർള് എത്തുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ തിരിച്ചു വന്ന് ആ ഉപേക്ഷിച്ച ഫർള് എടുത്ത് ബാക്കി തുടർച്ചയായി ചെയ്തു കൊണ്ടുവരണമെന്നും, അടുത്ത റക്കാത്തിൽ ആ ഫർള് എത്തിയതിനു ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ അതുകൊണ്ട് ഒന്നാമത്തെ റക്കാത്തിലെ ഇത് പൂർത്തിയാവുകയും തുടർന്ന് നിസ്കരിച്ചുകൊണ്ട് അവസാനം ഒരു റക്കാത്ത് കൂടി നിർവഹിക്കുകയും വേണം എന്ന് പറഞ്ഞു. അതിപ്പം മറന്നുകൊണ്ട് സംഭവിച്ചാലാ. അതേ സമയത്ത് മനഃപൂർവ്വമാണെങ്കിലോ കറബാത്തിലാവും. അത് ഓതിക്കഴിഞ്ഞതിന് ശേഷം റുക്കൂ ചെയ്തു. റുക്കൂവിന് ഏറ്റുദാലിക്ക് പോകാതെ ഇയാള് മനഃപൂർവ്വം സുജൂദ് അങ്ങോട്ട് പോയി. മനഃപൂർവ്വം സുജൂദ്ക്കാർ പോയി. അപ്പം ഏറ്റുദാല് മനഃപൂർവ്വം ഉപേക്ഷിച്ചു. എന്നാ നിസ്കാരം ബാത്തിലാവും. ഇനി ഖൗലിയ ഫർദാണെങ്കിലും അങ്ങനെ തന്നെ. ഒരാൾ അത്തഹിയ്യാത്ത് ഓതി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, നിസ്കാരം ബാത്തിലാവും. കാരണം എന്താ? നിസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ട ഖൗലിയായ ഫർളാണ് ഉദൂൽ അത്തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുക എന്നത്. ഇവിടെ സ്വലാത്ത് ചെല്ലാതെ മനഃപൂർവ്വം ഇയാൾ സലാം വീട്ടിയില്ലേ, അപ്പൊ നിസ്കാരം ബാത്തിലാവും. വശക്കുൻ ഫീ നിയ്യത്തി തഹറുമി, അങ്ങനെയാണ് ഇത് കാണുന്നത്. ومن المبطل شك المصلي في نية التحرم. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഉണ്ടാവേണ്ട നിയ്യത്ത്, തഹറുമിന്റെ നിയ്യത്ത് പറഞ്ഞാല് തഹറുമിന്റെ ഉള്ളിലാണ് തക്ബീറത്തുൽ ഇഹ്റാമിലാണല്ലോ നിയ്യത്ത് വേണ്ടത്. ആ നിയ്യത്തിൽ സംശയിക്കാൻ ആ നിയ്യത്ത് മുഴുവനായി ചെയ്തോന്നോ അല്ലെങ്കിൽ നിയ്യത്തിന്റെ 3 നിർബന്ധ കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയോ എന്ന് സംശയം. എന്ന് പറഞ്ഞാൽ അസ്റിൽ തന്നെ നിയ്യത്ത് ചെയ്തോന്ന് സംശയം. അതല്ലെങ്കിൽ നിയ്യത്തിൽ ഫർള് എന്ന് കരുതിയോ. ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണല്ലോ. ഒന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്നും, മറ്റൊന്ന് ഇന്ന നിസ്കാരം എന്നും,
ഫർള് എന്ന് 3 കാര്യം കരുതൽ നിർബന്ധമാണ്. ഈ 3 കാര്യത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന്, അതായത് ളുഹ്റ് എന്ന് ഇപ്പൊ ഞാൻ കരുതിയോ, അല്ലെങ്കിൽ ളുഹ്റ് എന്ന് കരുതി ഫർള് എന്ന് കരുതിനോ, അപ്പൊ നിയ്യത്ത് തന്നെ ചെയ്തോ എന്ന് സംശയിച്ചു, അല്ലെങ്കിൽ നിയ്യത്തിൽ ഫർള് എന്ന് നിർണയിച്ചോ, അല്ലെങ്കിൽ ഇന്ന നിസ്കാരമാണെന്ന് നിർണയിച്ചോ എന്ന് സംശയം. അതാണ് ഫീ നിയ്യത്തി തഹറുമി ഔ ശർത്തില്ലഹ എന്ന് പറഞ്ഞത്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് നിയ്യത്ത് തന്നെ ചെയ്തോ എന്ന് സംശയിച്ചു, അല്ലെങ്കിൽ നിയ്യത്തിന് ഷർത്തുകളിൽപ്പെട്ട ഷർത്തുകാരെ ഈ 3 എണ്ണം, ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമെന്നും ഫർള് എന്നും, ഫർള് നിസ്കാരമായി 3 കാര്യം അതിന്റെ ഷർത്താണ്. ഇങ്ങനെ സംശയിച്ചാൽ ഉടനെ മാത്രമാവുന്നല്ല, സംശയിച്ചു എങ്ങനെ റുക്നിൻ ഖൗലിയിൻ ഔ ഫീലിയിൻ, ഈ സംശയത്തോട് കൂടി ഫീലിയായ ഒരു ഫർള് കഴിഞ്ഞു കിടക്കുകയോ അല്ലെങ്കിൽ കൗലിയായ ഒരു ഫർള് കഴിഞ്ഞു കിടക്കുകയോ ചെയ്തു സംശയത്തോട് കൂടി, എന്നാ നിസ്കാരം ബാത്തിലാവും. അതായത് ഞാൻ നിയ്യത്ത് ചെയ്തോ അല്ലെങ്കിൽ നിയ്യത്തിൽ ളുഹ്റ് എന്ന് കരുതിയോ അല്ലെങ്കിൽ ഫർള് എന്ന് കരുതിയോ സംശയിച്ചാൽ അതോടുകൂടി ഫാത്തിഹ ഓതുകയാണെങ്കിൽ ഫാത്തിഹ മുന്നോട്ട് ഓതി പോകാൻ പാടില്ല, അവിടെ നിൽക്കുക. ഉടനെ ഓർമ്മ വന്നാൽ ഓക്കെയാണ് തുടർന്നുപോകുക. ഓർമ്മ വരുന്നില്ല കുറെ നിന്നിട്ടെങ്കിലും പിന്നെ നിസ്കാരം ബാത്തിലായി തലക്കെന്ന് നിസ്കരിക്കണം. മനസ്സിലായില്ലേ? അപ്പോ ഫീലിയോ അല്ലെങ്കിൽ കൗലിയോ ആയ എന്ന് പറഞ്ഞാൽ റുക്കൂ ചെയ്യാൻ പോകുന്ന സമയത്താണ് സംശയം, ആ സംശയത്തോടു കൂടി തന്നെ റുക്കൂക്കാട് പോയി. അപ്പൊ ഖിയാം എന്ന് പറഞ്ഞ ഫർള് കഴിഞ്ഞിട്ട് റുക്കൂയിലേക്ക് പോയല്ലോ. അല്ലെങ്കിൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനാണ് സംശയം വന്ന്, ആ സംശയത്തോടു കൂടി ബാക്കിയുള്ള ഭാഗം ഫാത്തിഹയാണ് ഓതി തീർത്തു. ഇങ്ങനെ ഒരു ഫീലിയായ ഫർളോ കൗലിയായ ഫർളോ കഴിഞ്ഞു കടന്ന സംശയത്തോടു കൂടി ഔതൂലി സമയം, അതല്ലെങ്കിൽ അങ്ങനെ ഫർളൊന്നും കഴിഞ്ഞു കടന്നിട്ടില്ല, സംശയം കുറെ സമയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് എത്തിയപ്പോൾ അവര് നിയ്യത്തിനെ പറ്റി സംശയം. അപ്പൊ ഇയാൾ എന്താ, ആ സംശയത്തോടു കൂടി ഓതാൻ പറ്റൂല എന്നല്ലേ അവിടെ നിന്നു. ആലോചിച്ച് നോക്കിയിട്ട് ഇയാൾക്കൊരു ഓർമ്മ കിട്ടുന്നില്ല, എന്നാ പിന്നെ ബാത്തിലായി. അപ്പൊ അവിടെ എന്ത് കഴിഞ്ഞിട്ടില്ല, കൗലിയോ ഫീലിയോ ആയ ഫർള് സംശയത്തോടു കൂടി കഴിഞ്ഞു പോയിട്ടില്ല, പക്ഷേ സംശയം ദീർഘിച്ചു നിന്നുപോയി, എന്നാലും ബാത്തിലാവും. അപ്പൊ ആദ്യം പറഞ്ഞ സംശയം ദീർഘിച്ച് നിൽക്കാതെ സംശയം വന്ന ഉടനെ കൗലിയായ ഫർളോ ഫീലിയായ ഫർളോ ചെയ്തു സംശയത്തോടു കൂടി, എന്നാ ബാത്തിലാവും. അതേ സമയത്ത് സംശയത്തോടു കൂടി ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ സമയം നീണ്ടുപോയി, എന്നാലും ബാത്തിലാവും. ഇപ്പൊ ഒരു കൗലിയായ ഫീലി എന്ന് പറഞ്ഞാൽ ബാബുൽ കൗലിക കുല്ലിഹി, കൗലിയായ ഫർളിൽ നിന്ന് അല്പം കഴിഞ്ഞ് കിടക്കുന്നു, അത് കുല്ലിഹി കൗലിയായ ഫർള് മുഴുവൻ കഴിഞ്ഞ് കിടക്കുന്നത് പോലെ തന്നെയാണ് മാതൂലി സമയശക്കി, സംശയത്തിന്റെ സമയം ദീർഘിക്കുന്നതോടുകൂടി തന്നെ അവിടെ പിന്നെ കഴിഞ്ഞ് കിടക്കേണ്ട തന്നെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഫർള് തന്നെ കഴിഞ്ഞ് കിടക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ത് പറഞ്ഞു, സംശയത്തിന് സമയം നീണ്ട, അതുകൊണ്ട് തന്നെ ബാത്തിലാവും. എന്നാൽ അതോടുകൂടി ഫീലിയായ ഫർള് മുഴുവനായോ ഔ മാഖ്സിരിഹി അല്ലെങ്കിൽ കുറഞ്ഞ സമയം ഇനി രണ്ടാമത് പറയാൻ വേണ്ടിട്ട് ആദ്യം പറഞ്ഞതിന് കിട്ടിയതാണ്. ഔ മാ ഖസ്രിഹി എന്ന് പറഞ്ഞാൽ സംശയത്തിന് സമയമൊക്കെ കുറവ് തന്നെ, എന്നിട്ട് കുറഞ്ഞ ഒരു ഫർള് മുഴുവനായോ അല്ലെങ്കിൽ കുറച്ചോ, ഫർള് മുഴുവനായി എന്ന് പറയുമ്പോ സ്വലാത്തൊക്കെ ആണെങ്കിലേ അതിപ്പോ ഇവിടെ ഫാത്തിഹയിൽ മാത്രം കണക്കൂട്ടണ്ട, ഒരു ഫർള് മുഴുവനായി കഴിഞ്ഞ് കിടക്കുകയും കുറഞ്ഞ സമയമാവുകയും ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാൽ ഉദാഹരണം ഒടുവിൽ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അയാൾക്ക് സംശയം വന്നു, തഹിയ്യാത്ത് കഴിഞ്ഞാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നിയ്യത്തിനെ പറ്റി ഇയാൾക്ക് സംശയം വന്നത്. ആ സംശയത്തോടു കൂടി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോ ഒരു ഫർള് മുഴുവൻ കഴിഞ്ഞല്ലോ. അപ്പോ തന്നെ ഇയാൾക്ക് ഓർമ്മ വന്നു, കുറഞ്ഞ സമയമായിട്ടുള്ളൂ. രണ്ടാമത് വലം എഴുതു മാഖറഹു ഫീഹി, ഈ സംശയത്തോടു കൂടി ആ സംശയത്തിന്റെ സമയത്ത് ഓതിയത് മടക്കി ഓതുകയാണെങ്കിൽ കുഴപ്പമില്ല. അതായത് സംശയം ദീർഘിച്ചാൽ അതോടുകൂടി കഴിഞ്ഞു കടന്ന ഫർളിനെ മടക്കിയാലും മടക്കിയിട്ടില്ലെങ്കിലും നിസ്കാരം ബാത്തിലാവും. കാരണം എന്താ, സമയം ദീർഘിക്കുക എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് നിസ്കാരം ബാത്തിലാവും. പിന്നെ അതോടുകൂടി ഫർള് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും മടക്കിയാലും മടക്കിയിട്ടില്ലെങ്കിലും മടക്കേണ്ട പ്രശ്നമില്ല. അതേ സമയത്ത് സമയം ദൈർഘ്യം കുറവാണ്, സംശയം അത് കുറച്ച് സമയമായിട്ടുള്ളൂ. ആ സംശയത്തോടു കൂടി ചെയ്ത ഫർളിനെ
രണ്ടാമത് മടക്കി ഓതി, എന്നാ കുഴപ്പമില്ല, ബാത്തിലാവില്ല. കാരണം എന്താ, ഇവിടെ ഈ ഫർള് എണ്ണപ്പെടാത്ത സമയത്ത് ചെയ്തു എന്നുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, സംശയത്തോടു കൂടി സമയം ദീർഘിച്ചിട്ടില്ല. അതുകൊണ്ട് സംശയത്തോടു കൂടി സമയം ദീർഘിച്ചു എന്ന കാരണം കൊണ്ട് അവിടെ ബാത്തിലാകാനില്ല. പിന്നെ അവിടെ ബാത്തിലാകുന്നത് എന്തുകൊണ്ടാ? പെട്ടെന്ന് ഓർമ്മ വന്നാണ്. അപ്പൊ നേരത്തെ ഈ സംശയത്തിന്റെ സമയത്ത് ഓതിയ ഫർള് രണ്ടാമത് ഒന്നുകൂടി അവിടെ ഓതി കൂട്ടിയാൽ മതി, എന്നാ ബാത്തില. അപ്പോ സമയം ദീർഘിച്ചോടത്ത് പിന്നെ മടക്കി ഓതുക എന്നുള്ള പ്രശ്നമില്ല. ഫർള് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ കഴിഞ്ഞു കിടന്നിട്ടുണ്ടെങ്കിലും നിസ്കാരം ബാത്തിലാവും. ഇനി ഫർളിനെ കഴിഞ്ഞു കിടന്നിട്ടില്ല എന്നാലും സംശയം ദീർഘിച്ചാൽ ബാത്തിലാവും. അതേ സമയത്ത് സംശയത്തിന് സമയം കുറവാണ്, കുറഞ്ഞ സമയത്തെ സംശയം വന്നിട്ടുള്ളൂ. ആ സംശയത്തോടു കൂടി ഒരു ഫർള് മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ ഇയാൾ ചെയ്ത്, ആ ചെയ്തത് രണ്ടാമത് മടക്കി ചെയ്യുകയാണെങ്കിൽ സംശയത്തിന് സമയം കുറവാണെങ്കിൽ ബാത്തിലാവൂല. ഇന്നലെ പറഞ്ഞപ്പോ ആലുരാജ് ചുവപ്പ് മഷിയിൽ അടിച്ചപ്പോ ദേഷ്യം പിടിച്ചു എന്ന് എഴുതിയിട്ട് സംശയം ഉണ്ടെങ്കിൽ അടിക്കാതൊക്കെ കേട്ടോ. ആലൂര് പറയണ ഇവിടെ കുറച്ചൊക്കെ ഒരു ഖഫാ ഉണ്ടാകുന്ന തരത്തിലുള്ള ഇബാറത്തുകളാണ്. അതുകൊണ്ട് മനസ്സിലാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ദേഷ്യം പിടിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ചോദിക്കാതൊക്കെ. കാരണം എന്റെ ദേഷ്യം തന്നെ ഒരു ലഹളത്തെ ദേഷ്യ. ആ ലഹള കഴിഞ്ഞാൽ അതുണ്ടാവൂല. പിന്നെ നിങ്ങൾ പേടിച്ചു കാണ്ട് അതിഞ്ഞിപ്പോ ചോദിച്ചാൽ മൂപ്പതിപ്പോ ഞാൻ ദേഷ്യം പിടിക്കും, ഇനിയിപ്പോ ഉണ്ടാതൊക്കെയാന്ന് അറിഞ്ഞിട്ട് അതുകൊണ്ട് കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാണല്ലോ. അപ്പൊ ആ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എന്നെനിക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട, പേടിച്ചിക്കൊന്നും വേണ്ട. അതിനല്ല പേടി. പേടിക്കേണ്ടത് തെറ്റ് വരുമ്പോഴാ. അല്ലാതെ ശരിക്ക് വേണ്ടിയിട്ട് ദേഷ്യം പിടിച്ചാലും പേടിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഹക്ക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളുണ്ട്. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ മൂക്കാറിട്ട് പിടിച്ചേക്കാണ്. അപ്പൊ ഓൽക്കാർക്കും ചോദിക്കാൻ കഴിയൂല. പിന്നെ ആകെ ചോദിക്കാൻ പറ്റുന്ന നിങ്ങളൊന്ന് രണ്ട് ആൾക്കാരാണ്. അപ്പൊ അതുണ്ടെങ്കിൽ ഇടക്കടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഫറവന് ഇനി അതിന്റെ ഒരു പൂർത്തീകരണം പോലെ ഒരു ഫറയെ പറയാം. ലൗ അഖ്ബറഹു, ഒരു വ്യക്തിയോട് വിവരം പറഞ്ഞു. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ വ്യക്തിയാണ്. ആരാ പറഞ്ഞത്? അദ്ലു റിവായത്തിൻ, റിപ്പോർട്ട് സ്വീകരിക്കാൻ അർഹതപ്പെട്ട വിശ്വസ്തനായ ഒരാൾ എന്ന് പറഞ്ഞാൽ അദ്ല് എന്നത് രണ്ട് ജാതിയുണ്ട്. മനസ്സിലായോ? ഒന്ന് അദ്ലു ഷഹാദ, മറ്റൊന്ന് അദ്ലു റിവായ. അദ്ലു ഷഹാദ സാക്ഷിക്ക് പറ്റാൻ, സാക്ഷിയായി സ്വീകരിക്കാൻ പറ്റുന്ന ആള്. അത് പുരുഷനാവണം, അതുപോലെ തന്നെ സ്വതന്ത്രനാവണം, പ്രായപൂർത്തി എത്തിയിരിക്കണം, ബുദ്ധിയും വിവേകവും ഉണ്ടായിരിക്കണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ സമയത്ത് അദ്ലു റിവായത്ത് സ്വതന്ത്രനാകൽ ഷർത്തില്ല, പുരുഷനാകൽ ഷർത്തില്ല. അപ്പൊ സ്ത്രീ ആയാലും അതുപോലെ തന്നെ അടിമയായാലും ഓക്കെയാണ്, കുട്ടികളായാൽ മതിയാവൂല അർത്ഥം അദ്ലു റിവായ. അപ്പോ റിപ്പോർട്ട് സ്വീകരിക്കാൻ പറ്റുന്ന വിശ്വസ്തനായ ഒരാള് തന്നോട് പറയുന്നു. എന്ത് പറയുന്നു? ബിനഹ്വി നജസിൻ, നജസ് പോലെയുള്ള, അല്ലെങ്കിൽ ഔറത്തുള്ള ഈ പോലെ. അതാണ് ഈ ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കാട്ടിക്കോളി. ഈ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, വിശ്വസ്തനായ ഒരു വ്യക്തി പറയുന്നു, കാക്ക അങ്ങളെ തുണിന്റെ ബേക്കില് നജസ് ഉണ്ട്. ബേക്കിലുള്ള ഇപ്പൊ നിസ്കരിക്കുന്ന ആൾക്ക് കാണൂലല്ലോ. അപ്പൊ ബേക്കിന്ന് കാണുന്ന ആൾ എന്ത് പറഞ്ഞു? കാക്ക നിങ്ങളെ തുണിയില് അല്ലെങ്കിൽ നിങ്ങളെ കുപ്പായത്തില് ഒരു നജസ് ഉണ്ട്. ഇനി നജസ് എന്ന് മാത്രാക്കണ്ട, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വസ്തനായ ഒരാള് പറഞ്ഞു, ആചാര്യക്കാക്ക നിങ്ങളെ തുണിന്റെ ബേക്കിൽ നല്ലൊരു ഓട്ടം ഉണ്ട് കേട്ടോ. അപ്പൊ അവർ തുള്ളുണ്ട് എന്നർത്ഥം. ഇങ്ങനെ പറഞ്ഞാൽ അത് ഔകഷ്ഫാവറത്തിൻ മുബുത്തിനിൻ, നിസ്കാരം ബാത്തിനാവുന്ന തരത്തിലുള്ള ഔറത്തൊഴിവാകൻ. എന്നാൽ ഔറത്തൊഴിവാകുന്നോർത്ത് ബാത്തിനാകാത്തൊരു കോലം പറഞ്ഞല്ലോ ഇപ്പൊ നമ്മള്. അതായത് കാറ്റത്ത് പെട്ടെന്ന് പാറി ഉടനെ മറച്ചാൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു വകതിരിവില്ലാത്ത ഒരു കുഞ്ഞ് പെട്ടെന്ന് നമ്മളെ തുണിന്റെ തല പിടിച്ചാണ് വലിച്ചു, അപ്പൊ ഔറത്തൊഴിവാ വേഗം നമ്മൾ മറച്ചാ ബാത്തിനാവില്ല. ഇങ്ങനത്തെ അല്ല. അതാ ഞാൻ പറഞ്ഞ ബേക്കിൽ എന്ത് തുണിക്കൊരു ഓട്ടമുണ്ട്, കീറലുണ്ട്. അത് ഇയാൾ കണ്ടിട്ടില്ല, ഇനി പുറത്തുനിന്ന് നോക്കിയാൾ കണ്ടു. ഇങ്ങനെ പറഞ്ഞാൽ ലസിമഹു ഖബൂലുഹു, കണ്ടോ, ആ വാർത്ത സ്വീകരിക്കൽ അവന് നിർബന്ധമാണ്.
മറ്റൊരു പറയുന്നത് നോക്കേണ്ട ആവശ്യം എനിക്കെന്താ എന്ന് പറയാൻ പറ്റൂല. ഇത് നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളിൽ പെട്ടൊരു കാര്യം. ഇവന്റെ ശ്രദ്ധയിൽപ്പെടാത്തത് ശ്രദ്ധയിൽപ്പെട്ട വിശ്വസ്തനായ ഒരാള് ഓർമ്മിപ്പിച്ചാൽ അത് സ്വീകരിക്കണം. എന്നിട്ട് ഔറത്ത് മറച്ചിട്ടില്ലെങ്കിൽ അത് ശരിയായി മറച്ച് രണ്ടാമത് നിസ്കരിക്കുക. അല്ലെങ്കിൽ നജസ് ഉണ്ടെങ്കിൽ ആ നജസ് വൃത്തിയാക്കി രണ്ടാമത് നിസ്കരിക്കണം. ഇനി അങ്ങനെയല്ല, നിസ്കാരം ബാത്തിലാവുന്ന ഒരു കലാമ് പോലെയുള്ളത് എന്ന് പറഞ്ഞാൽ ഇയാളുടെ പ്രവൃത്തികളിൽപ്പെട്ട ഒരു പ്രവൃത്തി, ബാത്തിലാവുന്ന ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ ഫലാ, അത് സ്വീകരിക്കൽ വുജൂബില്ല. കാരണം എന്താ, ഈ അക്ഷരം വെളിവായത് ഒരു പക്ഷെ ശരിയായിരിക്കാം. ഈ ശരിയായ എങ്കിൽ പോലും ഈ അക്ഷരം വെളിവായത് എതിർ കൊണ്ടാണെങ്കിലോ അത് മറ്റൊരു രീതിയിലല്ലോ, എതിർ കൊണ്ടാവാലോ അത്. അപ്പൊ അതുകൊണ്ട് ഈ തനഹന് തൊണ്ടരക്കൽ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ളത് കൊണ്ടോ അക്ഷരം വെളിവായി, അല്ലെങ്കിൽ ഇയാള് നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെ ഒരാള് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ വലൈക്കും അസ്സലാം പറഞ്ഞു, അങ്ങോട്ട് യാദർച്ഛികമായി പറഞ്ഞു പോയതാണ്. അപ്പോ മറ്റേയാള് പറഞ്ഞു അങ്ങനെ പല നമസ്കാരം ബാത്തിലാവും, അതിന് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, ഇയാൾ ഓർമ്മയില്ലാതെ ഒലബത്ത് കൊണ്ടോ അതല്ലെങ്കിൽ സബുഖുൽ ലിസാനായിട്ടോ ഒക്കെ വന്നു കാണെങ്കിലോ അപ്പൊ അത് തന്റെ ബോധ്യം പോലെ ചെയ്താൽ മതി. ആദ്യം പറഞ്ഞ അങ്ങനെയല്ല, അത് തന്റെ ബോധപൂർവമുള്ള പ്രവൃത്തിയല്ല. നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ തന്നെ ബോധപൂർവമുള്ള പ്രവൃത്തി അല്ലാത്ത ഔറത്ത് ഒഴിവാകുക, നജസ് ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളാവുമ്പം അത് വിശ്വസ്തനായ ഒരാൾ പറഞ്ഞ് അത് അംഗീകരിക്കുകയും വേണം. മറ്റേതാണെങ്കിൽ ഇവന്റെ ബോധ്യം പോലെ ചെയ്താൽ മതി. അതായത് ഓനബത്ത് കൊണ്ട് വന്നതാണോ അതല്ലെങ്കിൽ സബുഖുൽ ലിസാനായിട്ട് വന്നതാണോ അതെല്ലാം മഅ്സൂറാണോ അതൊക്കെ അവനവനെ തിരിയുള്ളൂ, മറ്റോ പറഞ്ഞു കേട്ടിട്ട് കാര്യമില്ല. ഇനി തത്മീം ആയിട്ടാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഇടക്ക് ഇതിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞവരുണ്ട്. നിസ്കാരത്തെ, ഫർദ് നിസ്കാരത്തെ മുറിക്കൽ ഹറാമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മുറിക്കൽ ജായിസാവുന്ന സ്ഥലമുണ്ട്, മറിക്കൽ ജായിസാവുന്ന സ്ഥലമുണ്ട്, മറിക്കൽ സുന്നത്താവുന്ന സ്ഥലങ്ങളുണ്ട്. മറിക്കുക ഫർദിനെ സുന്നത്താക്കി മറിച്ചിട്ട് സലാം വീട്ടൽ സുന്നത്തുള്ള സ്ഥലമുണ്ട്, ജായിസാവുന്ന സ്ഥലമുണ്ട്. അതിനെ പറ്റിയൊരു ഉണർത്തരാം. വനുദിബ സുന്നത്താക്കപ്പെടും ലി മുൻഫരിദിൻ, ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക്. എങ്ങനത്തെ ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണ്? റഅ, അവൻ കണ്ടു. എന്ത് കണ്ടു? ജമാഅത്തൻ, ഒരു ജമാഅത്തിനെ കണ്ടു. മശ്റൂഅത്തൻ, തുടങ്ങപ്പെട്ടതായ. തുടങ്ങാൻ പോവുകയല്ല, തുടങ്ങപ്പെട്ടാണ്. അവിടെ വ്യത്യാസം. ഫർദ് നിസ്കാരത്തിൽ പ്രവേശിച്ച ഒരു മനുഷ്യൻ മറ്റോടത്ത് ജമാഅത്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ മറിക്കാനും മുറിക്കാനും പറ്റൂല. അവിടെ തുടങ്ങിയത് മശ്റൂഅത്തായിന്. എന്നാൽ ഈ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്ക് സുന്നത്താക്കപ്പെടും എന്ത്? അവൻ ഒറ്റക്ക് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഫർദിനെ മറിക്കൽ. ഏത് ഫർദ്? അൽ ഹാളിറ, അതാ ആയ ഫർദ്. അതാ ആയ ഫർദ്. ഉദാഹരണം, നിസ്കരിക്കാം. ഇയാൾ ആരുമില്ല, ഒറ്റക്ക് നിസ്കരിക്കാൻ നിന്നു, തക്ബീർ കെട്ടി നിസ്കരിച്ചു തുടങ്ങിയാണ്. കുറച്ചാണ് കഴിഞ്ഞപ്പോണ്ട് കുറച്ച് ആളുകൾ വന്നിട്ട് തൊട്ടിപ്പുറത്ത് ആ ളുഹ്ർ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്ത് തുടങ്ങി. എന്നാൽ ഈ ളുഹ്റിനെ സുന്നത്താക്കി മറിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് വേഗം സലാം വീട്ടി ആ ജമാഅത്തിൽ പോയി കൂടൽ സുന്നത്ത. എന്നാൽ ലൽ ഫായിത്ത, ഖളാ ആയതാണെങ്കിൽ അതിനെ മറിക്കൽ സുന്നത്തില്ല. ഉദാഹരണം, ഇയാള് ഒരു ളുഹ്ർ ഖളാ ഉണ്ടായിന്, ആ ഖളാ വീട്ടാൻ വേണ്ടിയിട്ട് ഇയാള് തക്ബീർ കെട്ടി നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ കുറച്ച് ആൾക്കാർ വന്നിട്ട് അന്നത്തെ അതാ ആയ ളുഹ്ർ നിസ്കരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഈ ഖളാ വീട്ടുന്ന നിസ്കാരം മറിച്ച് സുന്നത്താക്കി സലാം വീട്ടി ഈ അതായി നിസ്കരിക്കുന്നവരോട് തുടർന്ന് ഖളാ വീട്ടാൻ പറ്റൂല. കാരണം എന്താ? അവിടെ ആ സുന്നത്തില്ലാത്ത ജമാഅത്താണത്. അതായി നിസ്കരിക്കുന്നവനോട് ഖളാ നിസ്കരിക്കുന്നവൻ തുടരാൻ സുന്നത്തില്ല. അപ്പൊ ഈ സുന്നത്തില്ലാത്ത ജമാഅത്തിന് വേണ്ടിയിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഫർദിനെ സുന്നത്തായി മറിക്കൽ സുന്നത്തില്ല. എന്നാൽ
കളാ വീട്ടുകയാണെങ്കിലോ രണ്ടാളും കളാണ്. ഉദാഹരണം ഇയാള് ളുഹൂർ കളാ വീട്ടുകയാണ്, അപ്പോഴാണ് അപ്പുറത്ത് കുറച്ച് ആളുകൾ ളുഹൂർ കളാ വീട്ടാൻ വേണ്ടിയിരുന്നത്. എന്നാൽ അവിടെ ജായിസാണ്. അവിടെ വേണമെങ്കിൽ എന്താക്കുക, ഇത് സുന്നത്താക്കി മറിച്ച് വേഗം സലാം വീട്ടിയിട്ട് ആ ജമാഅത്തിൽ പോയി കൂടാ. കാരണം എന്താ, രണ്ടും കളാ ആണെങ്കിൽ അവിടെ ജമാഅത്ത് സുന്നത്തുണ്ട്. എന്താക്കി മറിക്കാം മുഫരിദിൻ ജമാഅത്തൻ മുത്തലഖ് സുന്നത്താക്കുക. ഏതായാലും ളുഹറിന്റെ മുമ്പ് സുന്നത്ത് സ്കരിച്ചിട്ടില്ല, എന്നാ അത് ളുഹറിന്റെ മുമ്പുള്ള സുന്നത്തായിരുന്നു എന്ന് കരുതിയാൻ പറ്റൂല. മനസ്സിലായില്ലേ? ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം തുടങ്ങിയ നിശ്ചിത സുന്നത്താക്കിയിട്ട് മറിക്കാൻ പറ്റൂല, മുത്തലഖ് സുന്നത്താക്കിയിട്ട് മറിച്ചോളണം. എന്നിട്ട് സുന്നത്താക്കി മറിച്ചിട്ട് യുസല്ലിമ മിൻ റകഅത്തൈനി 2 റകഅത്ത് സ്കരിച്ചിട്ട് സലാം വീട്ടുക. അത് സുന്നത്താണ്. ഇപ്പൊ 1 റകഅത്തിലാണെങ്കിൽ 6 റകഅത്ത് പൂർത്തിയാക്കി 1 റകഅത്തും കൂടി വേഗം നിസ്കരിച്ചിട്ട് സലാം വീട്ടുക. അതെപ്പോഴാണ്? സാലിസത്തിൻ, 3ാമത്തെ റകഅത്തിലേക്ക് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ, 3ാമത്തെ റകഅത്തിലേക്ക് എഴുന്നേറ്റിട്ടില്ലെങ്കിലാണ് എന്താക്കേണ്ടത്? 2 റകഅത്ത് പൂർത്തിയാക്കി സലാം വീട്ടുക എന്ന് പറയുന്നത്. എന്താ فائدة ليست من جنس يصدي حرم القدر وإن كان من جنسها كظهر خلف الظهر لم ينتبه ولا يجوز. പിന്നെ തുമ്മ യദ്ഖുലു ജമാഅ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതായത് സുന്നത്താക്കി മറിച്ച് സലാം വീട്ടിയതിന് ശേഷം ഈ ജമാഅത്തിൽ പ്രവേശിക്കലാണ് സുന്നത്ത്. പക്ഷേ ഈ സുന്നത്തിന് സമയം കിട്ടുകയാണെങ്കിലല്ലേ. പക്ഷേ ഇയാള് പേടിക്കുന്നു, ഫൗത്തൽ ജമാഅത്തി എന്ന് പറഞ്ഞാൽ ഇയാള് സുന്നത്താക്കി മറിച്ച് 2 റകഅത്ത് പൂർത്തിയാക്കി സലാം വീട്ടി ചെല്ലുമ്പോക്ക് ആ ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് പേടിച്ചാൽ, ഫൗത്തൽ ജമാഅത്തി ഇൻതമ്മ റകഅത്തൈൻ, ഇവിടെ 2 റകഅത്ത് സുന്നത്തായി മറിച്ച് 2 റകഅത്ത് പൂർത്തിയാക്കി സലാം വീട്ടി ചെല്ലുമ്പോൾക്ക് ആ ജമാഅത്ത് കഴിഞ്ഞു പോകും എന്ന് പേടിച്ചാലോ, ഉസ്തുഹിബ്ബ ലഹു, അവിടെ അവന് സുന്നത്താക്കപ്പെടും ഖത്ഉ സ്വലാത്തി, നിസ്കാരത്തെ മുറിക്കുക തന്നെ ചെയ്യാം എന്ന്. സാധാരണ ഫർദ് നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ മുറിക്കൽ ഹറാമ, ഈ സാഹചര്യത്തിൽ മുറിക്കുക തന്നെ ചെയ്യാം എന്ന്. അപ്പൊ അവിടെ മാത്തിലാക്കി തന്നെയാണ് പോണത്. എന്നിട്ട് വസ്തീരാഫുഹു ജമാഅത്തൻ, ജമാഅത്തായിട്ട് 2ാമത് തലക്കെന്ന് തുടങ്ങാം എന്നാണ് ദക്റൂഫിൽ മജ്മൂഇ. ഇമാം നവവി റഹ്മത്തുള്ളാഹി തങ്ങൾ തന്റെ മജ്മൂഇൽ പറഞ്ഞത് അങ്ങനെ. അതായത് 2 റകഅത്ത് സുന്നത്തായി മറിച്ച് 2 റകഅത്ത് പൂർത്തിയാക്കി സലാം വീട്ടി ചെല്ലുമ്പോക്ക് ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് കാണുന്ന സാഹചര്യത്തിൽ ഈ ഫർദിനെ മുറിച്ച് ആ ജമാഅത്തിൽ പോയി 2ാം തലക്ക് തുടരാം എന്ന് പറഞ്ഞു മജ്മൂഇൽ. പക്ഷേ ബഹ്സൽ ബുൽഖീരിയു, ഇമാം ബുൽഖീരി തങ്ങൾ ബഹ്സായി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല, മുറിക്കല്ല വേണ്ടത്. കാരണം എന്താ, ഫർദ് നിസ്കാരല്ലേ, അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മുറിക്കാൻ പാടില്ല എന്നല്ലേ നിയമം. അപ്പൊ നമ്മൾ മറിച്ച് സുന്നത്താക്കി 2 റകഅത്ത് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മുറിക്കൽ ആണെന്നല്ല വേണ്ടത്. മറിച്ച് അന്നോ യുസല്ലിമു എന്ന് പറഞ്ഞാൽ ഇയാള് സുന്നത്തായി മറിച്ച് സലാം വീട്ടണം. വലവുമിൻ റകഅത്തി, 1 റകഅത്തായാലും വേണ്ടില്ല, മുറിക്കല്ല വേണ്ടത്. 2 റകഅത്ത് പൂർത്തിയാക്കി സുന്നത്തായി മറിച്ച് 2 റകഅത്ത് പൂർത്തിയാക്കി സലാം വീട്ടിൽ പോകുമ്പോക്ക് ജമാഅത്ത് പോകുന്നു കണ്ടാൽ ഈ സുന്നത്തായി മറിച്ച് 1 റകഅത്ത് നിസ്കരിച്ച് സലാം വീട്ടിൽ പോകുക, മുറിക്കണ്ടാന്ന് ഇങ്ങനെ. അതേസമയത്ത് ഇമാം നവവി തങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല, അവിടെ നിസ്കാരം തന്നെ മുറിച്ചുകൊണ്ട് ആ ജമാഅത്തിൽ പോയി തുടരൽ തന്നെയാണ് സുന്നത്ത്. അമ്മ ഇദാ ഖാമലി സാരിസത്തിന് അവിടെ പറഞ്ഞു ഇദാ ലം യഖും ലി സാരിസത്തിൻ എന്ന് പറഞ്ഞില്ലേ, വയുസല്ലിമു മിൻ റകഅത്തൈനി ഇദാ ലം യഖും ലി സാരിസത്തിൻ, 3ാം റകഅത്തിലേക്ക് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ എന്താക്കണം, 2 റകഅത്ത് പൂർത്തിയാക്കി സുന്നത്താക്കി മറിച്ച് 2 റകഅത്ത് പൂർത്തിയാക്കി സലാം വീട്ടണമെന്ന്. 3ാം റകഅത്തിലേക്ക് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഇനി എഴുന്നേറ്റാലോ, അമ്മാ ഇദാ ഖാമ ലി സാലിസത്തിൻ
മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റാണ്. അപ്പോഴാണ് എന്ത് കണ്ടത്? ജമാഅത്തിനെ കണ്ടത്. ഇയാള് ളുഹ്ർ നിസ്കരിക്കുകയാണ്, രണ്ട് റക്അത്ത് കഴിഞ്ഞ് മൂന്നാം റക്അത്തിലേക്ക് എഴുന്നേറ്റാണ്. അതിന്റെ ശേഷമാണ് എന്ത് കാണുന്നത്? ഒരു ജമാഅത്ത് തുടങ്ങിയതായിട്ട് കാണുന്നത്. എന്നാ പിന്നെ അതമ്മഹ, ഈ നിസ്കാരത്തെ അങ്ങനെ തന്നെയാണ് പൂർത്തിയാക്കുക. ഏതായാലും മൂന്നാമത്തെ റക്അത്ത് പൗതിയിലധികം കഴിഞ്ഞല്ലോ, മൂന്നാം റക്അത്തിൽ എത്തിയില്ലേ, എന്നാ പിന്നെ അത് പൂർത്തിയാക്കുക. എന്നിട്ട് പൂർത്തിയാക്കി സലാം വീട്ടിയിട്ട് രണ്ടാമത് വന്നിട്ട് അവളുടെ തുടരുക. അത് പൂർത്തിയാക്കൽ അവിടെ നിർബന്ധമില്ല, നദ്ബൻ. കണ്ടോ, ഏതായാലും മൂന്നാം റക്അത്തിലേക്ക് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മൂന്നും ഉണ്ടെങ്കിൽ മൂന്നും, നാലാണെങ്കിൽ മൂന്നും നാലും നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് ആ ജമാഅത്തിൽ പോയി തുടരാണ് നല്ലത്. ഇനി വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാ, അവിടെ സലാം വീട്ടിയിട്ട് ഈ ജമാഅത്തിൽ കൂടുകയും ചെയ്യാം. നിർബന്ധമില്ല, നദ്ബൻ പറഞ്ഞ്. പക്ഷെ എപ്പോഴാണ് പൂർത്തിയാക്കൽ സുന്നത്തായത്? ഇല്ലം യഖ്ശ ഫൗത്തൽ ജമാഅത്തി, ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് പേടിച്ചിട്ടില്ലെങ്കിൽ. എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേക്ക് എഴുന്നേറ്റാണ്, പക്ഷെ ഈ മൂന്നും ഇനി അടുത്തൊരു നാലൂടി ഉണ്ട്, ആ മൂന്നും നാലൂടി പൂർത്തിയാക്കുമ്പോഴേക്ക് ഈ ജമാഅത്ത് കഴിഞ്ഞു പോകും എന്ന് തോന്നി. എന്നാ പിന്നെ പൂർത്തിയാക്കിക്കൊള്ളണം എന്നില്ല. അല്ലെങ്കിൽ പൂർത്തിയാക്കുകയും സുമ്മയുദ്ഖുലഫിൽ ജമാഅത്തി, എന്നിട്ട് ഇആദത്ത് എന്ന നിലക്ക് ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക. എന്താ അവിടെ പിന്നെ സുന്നത്തായി മറിക്കുന്നില്ലല്ലോ. ആദ്യത്തെ നിസ്കാരം ഫർദ് പൂർത്തിയാക്കി നിസ്കരിച്ചില്ലേ, പൂർത്തിയാക്കി നിസ്കരിച്ച് പിന്നെന്തിനാ രണ്ടാമത്തേക്ക് കൂടുന്നത്? അത് ഇആദത്ത് എന്നുള്ള നിലക്ക് രണ്ടാമത്തെ ജമാഅത്തിൽ കൂടുതൽ സുന്നത്താണ്. വേണമെങ്കിൽ എന്ത് ചെയ്യുകയും ചെയ്യാ, അവിടെ തന്നെ മുറിച്ചിട്ട് അല്ലെങ്കിൽ സുന്നത്താക്കി മറിച്ചിട്ട് സലാം വീട്ടി ഈ ജമാഅത്തിൽ വന്ന് കൂടുകയും ചെയ്യാ. രണ്ടും ആവാം എന്നർത്ഥം. അതോടെ കഴിഞ്ഞു. ഇനിയിപ്പോ ബാങ്കും ഇഖാമത്തിലും ഇന്ന് പ്രവേശിക്കാൻ സമയം ഇല്ലല്ലോ ആലോചിച്ചേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ബാങ്ക് നേരത്തെ ആകുന്ന സമയം, വളരെ നേരത്തെയാണ് ബാങ്ക്. അപ്പൊ ഇന്ന് അവിടെ മതി നിൽക്കുക, കാരണം ബാബു പൂർത്തിയായല്ലോ. അവിടെ നിന്നോട്ടെ. സമയം 5 മിനിറ്റ് കഷ്ടിച്ച് ബാക്കിയുണ്ട്. പക്ഷെ ഇപ്പൊ ഇനി അസർ ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ട് അസറിന്റെ സമയം 3:37 ഞങ്ങൾ ഇവിടെ കാണിച്ചത്. 3:37. അപ്പൊ ആ ഏകദേശം സാധാരണ ബസ് നടത്താനുള്ള സമയം കഴിഞ്ഞാണ്. ബാക്കിയുള്ള സമയം ഇൻഷാ അല്ലാഹ് ഇനി ബാങ്കും ഇഖാമത്തും നാളെ. ഇന്ന് ബാങ്കും ഇഖാമത്തും ഇല്ലാലോ, നാളെ ആയിക്കോട്ടെ. കാരണം ഇനി സമയമല്ല. കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക്, അത്യാവശ്യമുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാണ്ടെങ്കിൽ അതിന് സമയം കൊടുക്കണമല്ലോ. ഓക്കെ, ഞാൻ സംശയമുള്ളവര് മൈക്കുമൊക്കെ വന്നോട്ടെ, ഞാൻ മൈക്കൂടാ. അസ്സലാമു അലൈക്കും.